morning dear students. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ആണ്. അതായത് നാച്ചുറൽ റിസോഴ്സസിന്റെ ഭാഗമായിട്ടുള്ള ലാൻഡ് വാട്ടർ റിസോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫോറസ്റ്റ്, വാട്ടർ, ലാൻഡ്, എനർജി, ഫ്രഷ് വാട്ടർ ആൻഡ് വാട്ടർ സൈക്കിളിന്റെ ഫോംസ് ഓഫ് വാട്ടർ. പിന്നെ നമ്മുടെ റിസോഴ്സസ് നമുക്കറിയാം, നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ് ഒരു പാർട്ട്. എൻവയോൺമെന്റ് പരിസ്ഥിതി ബന്ധപ്പെട്ട നമ്മുടെ സറൗണ്ടിങ്സിലുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളൊരു പാർട്ടിൽ ഫുൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു പാർട്ടിൽ തന്നെയാണ്, ആ പാർട്ടിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് തന്നെയാണ് ഒരു പേപ്പർ ഉള്ളത്. അത് നാച്ചുറൽ റിസോഴ്സസ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇത് യൂണിറ്റ് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസ് എന്ന പാർട്ടിൽ നിന്നാണ് വരുന്നത്. ഇതിൽ ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ മിസ് വായിച്ചുതരാം. ലാൻഡ് നമുക്കറിയാം, ഫോറസ്റ്റും വാട്ടറും എല്ലാം നമ്മുടെ പരിസ്ഥിതിയിൽ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. നമുക്ക് ഭൂമിയുടെ വരദാനങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഫോറസ്റ്റ്, വാട്ടർ, നല്ല ലാൻഡുകളും, പിന്നെ എന്തൊക്കെ നമുക്ക് മൗണ്ടെയിൻസ്, റിവേഴ്സ്, ലേക്ക്, പോണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളല്ലേ. പർവ്വതങ്ങൾ, മലപ്പർവ്വതം പോലുള്ള കുറേ ഓഷ്യൻസ്, പസഫിക് ഓഷ്യൻസിനെ പോലെ ഭൂമിയിൽ കുറേ കാര്യങ്ങൾ ഭൂമിയിൽ നമുക്ക് എന്തെന്നിട്ടുണ്ട്. നമുക്ക് പരിസ്ഥിതി തന്നെ നമുക്ക് സമ്മാനങ്ങളായിട്ട് കൂടി തന്നിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ഫോറസ്റ്റ് നമ്മളത് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാലിന്യം കത്തിക്കരുത്, നമ്മൾ പുക അന്തരീക്ഷത്തിലേക്ക് വിഷമമായ പുക അന്തരീക്ഷത്തിലേക്ക് കലർത്തരുത്, അന്തരീക്ഷം മലിനമയമാക്കരുതെന്നൊക്കെ പറയുന്നത്. അത് അന്തരീക്ഷമൊക്കെ നമ്മൾ എന്ത് തന്നെയാണ്, നമ്മുടെ ഭൂമിയിലുള്ള ഒരു സറൗണ്ടിങ്സ് പെട്ടതാണ് നമ്മുടെ അന്തരീക്ഷം. അതെല്ലാം നമ്മൾ മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻസ് വായിച്ചുതരാം. ഇൻ ദ പ്രീവിയസ് യൂണിറ്റ് you have studied the concept of environmental and how ecosystems support living things എന്നാ പറയുന്നത്. നമുക്കറിയാം ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ചുറ്റുമുണ്ട്. ഓരോ ജീവികൾക്കും അതിൻ്റെതായ ആവാസ വ്യവസ്ഥയുണ്ട്. അത് തകർക്കപ്പെടാതെ നമ്മൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ പ്രീവിയസ് യൂണിറ്റ്സിലൊക്കെ നമ്മളതാണ് ഡിസ്കസ് ചെയ്തത്. And the environment, how energy moves on from another and the producers of trees and rivers, ponds, lakes, then is present land and discuss the resources of the wealth. And the nature has given us these essential survival of development of whole life form. അതായത് ഇതെല്ലാം അത്യാവശ്യം എസെൻഷ്യൽ, നമുക്ക് അത്യാവശ്യമായി തന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞപ്പോൾ റിവേഴ്സും പോൺസും പിന്നെ ഫോറസ്റ്റ്, വാട്ടർ, ലാൻഡ്, ഇതെല്ലാം നമുക്ക് അന്തരീക്ഷത്തിൽ എനർജി ഇല്ലേ. അതെ, നല്ല തണുത്ത കാറ്റ്, നല്ല മലിനീകരണങ്ങളും പുകപടലങ്ങളും വിഷമയമൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ നല്ല പ്യുവറായിട്ട് എന്തുണ്ടാവും, നല്ല വായു ഉണ്ടാവും. അത് നമുക്ക് ആശ്വസിച്ചാൽ നമുക്ക് പ്രത്യേക എനർജി ആയിരിക്കും. വിഷമില്ലാത്ത ഇത് ശ്വസിച്ച് നമുക്ക് എനർജി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ പറഞ്ഞ എക്സ്പെക്ടഡ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഡിഫൈൻ റിന്യൂവബിൾ, നോൺ ആൻഡ് റിന്യൂവബിൾ റിസോഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്? അതായത് അവർ റിസോഴ്സസ് ആർ ബേസിക്കലി ടു കൈൻഡ്സ് ഓഫ് റിസോഴ്സസ്. നമുക്ക് രണ്ട് തരത്തിലുള്ള റിസോഴ്സസ് ആണുള്ളത്. ഒന്ന് റിന്യൂവബിളും ആൻഡ് നോൺ റിന്യൂവബിളും. റിന്യൂവബിൾ റിന്യൂവബിൾ അതായത് അതായത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും ഉണ്ടാക്കാൻ പറ്റാത്തതും, ഓൾറെഡി പ്രകൃതിദത്തമായതും പ്രകൃതിദത്തമല്ലാത്തതും. പ്രകൃതി തന്നത് എന്നാണ്, വെള്ളം നമ്മൾ പ്രകൃതി തന്നതാണ്, പുഴ പ്രകൃതിയിലുള്ളതാണ്, മൗണ്ടെയിൻസ് ഒക്കെ പ്രകൃതിയിലുള്ളതാണ്. നമ്മളതെന്തെല്ലാം ഇല്ലാത്ത നമ്മൾ നിർമ്മിക്കുന്നുണ്ടല്ലേ. ഇത് പോൺസിനെ എന്ത് നിർമ്മിക്കുന്നു, നമ്മുടെ പിന്നെ എക്സാമ്പിൾ നമ്മൾ വയനാട് പോകാൻ പറ്റും, കൃത്രിമമായിട്ടുള്ള കുളങ്ങളിലെ കുട്ടികൾക്ക് ഉല്ലാസയാത്രയ്ക്ക് വെക്കേഷൻ കഴിഞ്ഞ ഒരു സമയത്താണ്. ഇപ്പം തന്നെ നമുക്ക് വാട്സപ്പൊക്കെ നമ്മൾ സേവ് ചെയ്ത നമ്പേഴ്സിനൊക്കെ അവരുടെ ഓരോ റീൽസൊക്കെ കാണാൻ പറ്റും. വയനാടുള്ള ആ ഒരു കുളത്തിൽ ചെയ്ത അവരത് അത്രമാത്രം കൃത്രിമത്വം നിറച്ചിട്ട് ആ ഒരു കുളം വയനാടുള്ള പല എന്താണ് സ്വിമ്മിങ് പൂളാക്കി മാറ്റി. അതൊരു കൃത്രിമത്വമാണ്. സാധാ പ്രകൃതി തന്ന നാച്ചുറലായിട്ട് നമുക്ക് തന്ന ബ്ലെസ്സിങ്സിന് അതായത് മനുഷ്യനാണ് അതിന് നല്ല സുന്ദരമായി കുട്ടികൾക്ക് കളിക്കാൻ പാകം സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുന്നത്. അവിടെ മനുഷ്യൻ്റെ
സം ഓഫ് ദ റിസോഴ്സസ് ആർ എർത്ത് ആൻഡ് റെസ്പിറേറ്ററി ഫ്രം വൺ ഓഫ് ദ, അതായത് നാച്ചുറൽ റിസോഴ്സസ് രണ്ട് തരത്തിലുണ്ട്. നമ്മൾ പറഞ്ഞു, ഒന്ന് പ്രകൃതി നമുക്ക് തന്നതും അല്ലാതെ മനുഷ്യനിർമ്മിതമായതും. ദെൻ സം ഓഫ് ദ റിസോഴ്സസ് ഓഫ് ദ എർത്ത് ആർ റീപ്ലേസ്ഡ് ഫ്രം, അതായത് സം ഓഫ് ദ റിസോഴ്സസ് ഓഫ് ദ എർത്ത് ആർ റീപ്ലേസ്, നമുക്ക് എർത്ത് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരുന്നു. എന്ത്? ദ ടൈം ടു ബി നാച്ചുറൽ മൾട്ടിപ്ലിക്കേഷൻ സച്ച് എ വെജിറ്റേഷൻ, അത് പ്രകൃതിയിൽ സ്വാഭാവികപരമായിട്ട്, അതായത് നമ്മൾ പാടം, നെല്ല്, അതൊക്കെ പാടം നെല്ല് വിത്ത് വിതയ്ക്കുന്നു, നമ്മളത് കൊയ്യുന്നു, വീണ്ടും അവിടെ നിന്ന് നെൽക്കതിര്, അതൊക്കെ ഓരോ എന്താ പറയുക ഘട്ടങ്ങളായിട്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലായി മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ. പക്ഷെ പ്രകൃതിയാണ് ഇമ്പോർട്ടൻറ്റ്, പ്രകൃതിയാണ് നമുക്ക് ആ ഒരു പാടം പ്രകൃതിയാണ്, പ്രകൃതിദത്തമായ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണെന്നാണ് പറയുന്നത്. ദ ഫോറസ്റ്റ് ആൻഡ് ലൈഫ് ആർ എക്സാമ്പിൾ ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. വാട്ട് ആർ ദ റിന്യൂവബിൾ റിസോഴ്സസ്? ബിക്കോസ് ഇറ്റ് ഗെറ്റ്സ് റീസൈക്കിൾഡ്. ദെയർ ആർ സം അതർ റിസോഴ്സസ് സച്ച് ആസ് മിനറൽസ് ആർ ഫോസിൽ ഫ്യൂൽസ്. നമ്മൾ മിനറൽസിനെ ഫോസിൽ ഇന്ധനം കുഴിച്ചെടുക്കുന്ന തരത്തിലുള്ള ലാൻഡ്സും നമ്മൾ കാണാറുണ്ട്. ഓക്കെ, അത് ലാൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫോറസ്റ്റ് എന്താണ്? ഫോറസ്റ്റ് ഇസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ഇൻ അവർ എർത്ത്. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഘടകമാണ് കാട്. എന്തിന് കാട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോറസ്റ്റിൻ്റെ സേവ് ദ ഫോറസ്റ്റ്. നമുക്കറിയാം, കുട്ടികളെ നമ്മൾ ഈ നോട്ടീസൊക്കെ ബോർഡിലൊക്കെ എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലക്കാർഡ് സേവ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അംഗൻവാടി മുതലുള്ള കുട്ടികളെ കയ്യിൽ പ്ലക്കാർഡ് കൊടുക്കുന്നത്, ഈ വേർഡ് കാണുന്ന മിസ്സിന് അതാണ് ഓർമ്മ വരുന്നത്. അംഗൻവാടിയിലെ കുട്ടികളുടെ കയ്യിൽ പ്ലക്കാർഡ് കൊടുക്കുമ്പോൾ സേവ് ഫോറസ്റ്റ്, സേവ് വാട്ടർ, സേവ് ലാൻഡ്, സേവ് എനർജി. കണ്ടില്ലേ? ആ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞു മക്കൾക്ക് കുഞ്ഞിലേ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് ഫോറസ്റ്റ് സംരക്ഷിക്കുക, വാട്ടർ സംരക്ഷിക്കുക, ലാൻഡ് സംരക്ഷിക്കുക, നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ്, ടു സേവ് അവർ എൻവയോൺമെൻറ്റ് എന്ന് കാണാൻ ചില പ്ലക്കാർഡ്. അപ്പം അതൊക്കെ ഈ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ നടക്കണമെങ്കിൽ എത്രമാത്രം കുഞ്ഞിലേ തന്നെ അവർ ബോധവാന്മാരാകാനാണ് ശ്രമിക്കുന്നത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ജൂൺ 5 സ്കൂൾ തുറക്കുന്നത് ജൂൺ 1. അപ്പം 5 തന്നെ കുഞ്ഞു മക്കളെ പ്ലക്കാർഡ് കൊണ്ട് നടക്കുക. അവർക്ക് പ്രത്യേകിച്ച് അറിയില്ല എന്താണ് പ്രകൃതി എന്നറിയില്ല. 6 വയസ്സായ 5 വയസ്സായ കുട്ടികൾക്ക്. പക്ഷേ ആ പ്ലക്കാർഡ് വെച്ച് അവർ നടക്കുമ്പോൾ അവരറിയാം എന്തോ ഒരു ബോധം അവർക്ക് കുഞ്ഞിലെ തന്നെ അവർ ബോധം സൃഷ്ടിക്കാനാണ്. അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കുക. ഓക്കെ, വാട്ടർ സൈക്കിൾ ആൻഡ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. എന്താണ് വാട്ടർ സൈക്കിൾ? നമുക്കറിയാം, മൂവ്മെന്റ് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഫോംസ് മെനി കോംപ്ലക്സ് ഇന്റർറിലേറ്റഡ് ലൂപ്സ്. നമുക്കറിയാം, നമ്മുടെ വാട്ടർ പുഴയിൽ നിന്നും ആകാശത്തേക്ക് എത്തി വിഘടിച്ച് വീണ്ടും മഴയായി പെയ്ത്, വീണ്ടും മഴയായി പെയ്ത് മഴത്തുള്ളികൾ എവിടേക്ക് പോകും? കടലിൽ പോകും. കടലിൽ നിന്നാണ് വീണ്ടും വെള്ളം ബാഷ്പീകരിച്ച്, അങ്ങനെ ഒരു സൈക്കിൾ, റീസൈക്കിളാണ് മഴ പെയ്യുന്നതും ബാഷ്പീകരണം നടക്കുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രിസൈപിറ്റേഷൻ, അല്ലേ? അതിന് കൂടാതെ ക്ലൗഡ്സിനെ പറ്റി പറയും. ക്ലൗഡ്സ്, മേഘങ്ങൾ, ആൻഡ് ദ റൺ ഓഫ് ആൻഡ് സബ്ലിമേഷൻ, ഇവാപറേഷൻ. ഇവാപറേഷൻ ചില എക്സാമിൽ ചോദിക്കും കേട്ടോ. ഇവാപറേഷൻ, ഡിഫൈൻ ഓഫ് ഇവാപറേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. Evaporation, it is the process by which the liquid water changes into the vapor of ambient temperature. Okay, എന്താണ് evaporation? It is the process by which liquid water changes in vapor in ambient temperature. Water evaporates from all liquid bodies as well as from our surface. Evaporation from the ocean surface by the largest source of water നമുക്കറിയാം, അല്ലേ? അതായത് നമ്മുടെ ജലം ബാഷ്പീകരിച്ച് വീണ്ടും ബാഷ്പീകരണം നടത്തുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് വിച്ച് ലിക്വിഡ് വാട്ടർ ചേഞ്ചസ് ഇൻ ദ വേപ്പർ. ലിക്വിഡായിട്ട് ദ്രാവകമാകുന്നത് പിന്നീട് എന്താവുന്നു? മഞ്ഞുകട്ടകൾ അല്ലെങ്കിൽ ബാഷ്പങ്ങളായിട്ട് വരുന്നു. ട്രാൻസ്പിരേഷൻ, ഫോംസ് ഓഫ് വാട്ടർ. എന്തൊക്കെ വാട്ടറാണ്? ഫ്രഷ് വാട്ടർ, ഫോംസ് ഓഫ് വാട്ടർ, ഫ്രഷ് വാട്ടർ, ബ്രാക്കിഷ് വാട്ടർ, മാറിൻ വാട്ടർ. ഓക്കെ, അതിൽ ഫോംസ് ഓഫ് ഫ്രഷ് വാട്ടർ. എന്താണ് ഫോംസ് ഓഫ് വാട്ടർ? എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഫോംസ് ഓഫ് വാട്ടർ എന്നുള്ളത്. വാട്ടർ എക്സിസ്റ്റ് ലാൻഡ് ഓഫ് 3 ഫോംസ് ഓഫ് വാട്ടർ. ഫ്രഷ് വാട്ടർ, ദ യൂണിവേഴ്സൽ വാട്ടർ, the universal solvent, and invariably contains many stable salt. In fresh water, total salt content remains under 1.5%. അതായത് ഫ്രഷ് വാട്ടറിൽ സാൾട്ട് അടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, കടൽ വെള്ളത്തിലെ സീ വാട്ടർ, കടൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ ലവണാംശങ്ങൾ കൂടിയതാണ് കടലിലുണ്ടാവും. പക്ഷെ നമ്മുടെ
നമ്മുടെ കുളങ്ങളിലും പിന്നെ പുഴയിലൊക്കെ അത്ര ഇരുന്നാലും ഉപ്പിൻ്റെ സാൾട്ടിൻ്റെ അംശം കുറവായിരിക്കും. നെക്സ്റ്റ് ഒരു വാട്ടറാണ് ബ്രാക്കിഷ് വാട്ടർ. എന്താണ് ബ്രാക്കിഷ് വാട്ടർ? The content of dissolved salt in brackish water is higher than the fresh water. The ranges between 0.5 and 3.5%. Okay. The content of dissolved salt, അതായത് ബ്രാക്കിഷ് വാട്ടറിലും സാൾട്ടിന്റെ കണ്ടന്റിന്റെ അംശമാണ് ഇവിടെ പറഞ്ഞത്. It represents the end of river mixing the fresh water and sea water result in brackish water. Marine water, the sea water is highly saline. The average salinity of sea water remains almost constant 35 parts of salt water. അതായത് marine water, എന്താണ് marine water? The sea water is highly saline. Sea water നല്ല ഉപ്പിന്റെ ലവണാംശം കൂടിയതായിരിക്കും. Over exploitation of surface and ground water. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലെ ജലം, അതായത് കിണറിലേക്ക് പോകുന്ന ജലമാവാം. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്ത് ഏതിലാണ് നോക്കാം? സർഫേസ്, ഉപരിതലം, ഭൂമിയുടെ ഉപരിതലം നമ്മൾ എങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അവർ എക്സ്പ്ലോയിറ്റേഷൻ എങ്ങനെയാണ് നോക്കാം. വാട്ടർ വിച്ച് ഫോൾസ് ഇൻ ദ ഫോം ഓഫ് precipitation moves down in the soil and through rocks and gets accumulated as ground water. അതായത് മഴ പെയ്യുമ്പോൾ നമ്മൾ വാട്ടർ മണ്ണിൽ നിന്ന് ഇറങ്ങി എവിടേക്ക് പോകുന്നു? റോക്സ് മീൻസ് പാറകളുടെ വിള്ളലുകളിലൂടെ അടിയിലേക്ക് വീണ്ടും അടിയിലേക്ക് ഇറങ്ങി അഗാധ ഗർത്തങ്ങളിലേക്ക് പോയി ഭൂമിയുടെ ഏറ്റവും അടിയിലുള്ള ഭൂമിയുടെ അണ്ടറിലേക്ക് ഒഴുകി പോകുന്നു. അങ്ങനെ ഭൂമിയുടെ എവിടെ എത്തുന്നു? ആൻഡ് ഗ്രൗണ്ട് വാട്ടർ, അങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന വാട്ടറിനെ എന്തെന്ന് പറയുന്നു? ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നു. The layer of rock through which it percolates out is known as aquifer, and water can be utilized by digging on wells. Groundwater can be found in two layers of the soil. The zone of aeration, where gaps in the soil are filled with both the air of water. Further down there is a zone saturation. അതായത് ഇങ്ങനെ നമുക്കറിയാം നമ്മുടെ ഭൂമിക്കടിയിൽ പല ഘടകങ്ങളായിട്ട് ഓരോ സ്കിൽസ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇതുപോലെ ഓരോ പാറ കഴിഞ്ഞിട്ട് വീണ്ടും പാറ, പിന്നീട് മണ്ണ്, പലവിധ ഘടകങ്ങൾ ലെയേഴ്സ് ആയിട്ടാണ്. ഇപ്പം ജലം താഴോട്ട് ഇറങ്ങി ഗ്രൗണ്ട് ഫ്ലോർ മീൻസ് താഴെ അണ്ടർ ഭൂമിയുടെ അടിയിൽ, അതിനെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ എന്താണ്? വീണ്ടും ഗ്രൗണ്ട് വാട്ടറിനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ഈസ് മേജർ സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ എന്തുകൂടിയാണ്? ഡ്രിങ്കിങ് വാട്ടർ കൂടിയാണ്. അതായത് നമ്മൾ കിണറിലെ വെള്ളമാണ് ഉദ്ദേശിക്കുന്നത്, കുടിക്കുന്ന വെള്ളമാണ്. ഓക്കെ. It must availability or dependent on the rainfall of richer condition when the demand is on the rise as also the water scarcity. ജലത്തിന്റെ ദൗർലഭ്യം വരുന്ന കാലത്ത് എങ്ങനെയുള്ള ഗ്രൗണ്ട് വാട്ടറാണ് ഇത് നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിരിക്കുന്നത്. ഓക്കെ. While the demand of this rise has also led to water scarcity and availability affected by pollution and depriving millions of people can access a safe drinking water. This kind of crisis is more a human made crisis than natural. അതൊക്കെ ഹ്യൂമൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് വാട്ടർ പിന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. പിന്നെ അഫക്റ്റഡ് ബൈ പൊല്യൂഷൻ, അതായത് കത്തിക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്ന മണ്ണിലേക്ക് ഇറങ്ങുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ മണ്ണിൽ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെയൊക്കെ പരിസമാപ്തി കുടിക്കുന്ന വെള്ളത്തിലേക്കൊക്കെ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിന് എന്താവും? നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. And the poor groundwater which are the lack of quality of water pollution is marked by excess of humus matter. The surface water includes the ponds, lakes, human-made nerves of canals. The fresh water, petroleum analysis, water cycle is surface water bodies. എന്തൊക്കെയാണ് വാട്ടർ ബോഡീസ്? ലേക്ക്, പോണ്ട്, നമ്മുടെ ഓഷ്യൻസ്, എല്ലാ വാട്ടർ ബോഡീസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഗ്രൗണ്ട് വാട്ടർ നമുക്ക് ഏറ്റവും ഡ്രിങ്കിങ് വാട്ടറായി ഉപയോഗിക്കുന്നു. ഫോംസ് ഓഫ് വാട്ടർ അല്ലേ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ സൈക്കിൾ ഈ സർഫേസ് ബോഡീസ് ആർ കൺസിഡർഡ് റിന്യൂവബിൾ റിസോഴ്സസ്. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ഇൻ അവർ എർത്ത്.